ബംഗാൾ കലാപത്തിന് പിന്നിൽ SDPI വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് SDPIയുടെ വ്യാജ പ്രചരണം ഇത് പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇതേ തുടർന്നാണ് മുസ്ലിം വിഭാഗങ്ങൾ പ്രകോപിതരായതെന്നും പോലീസ് പറയുന്നു. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ഏറെ ശ്രദ്ധേയമെന്നുള്ളത് SDPI നടത്തിയ വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നാലെയാണ് ഇങ്ങനെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്, ഇപ്പോഴും തുടരുന്നത് എന്നതാണ്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് നിലവിൽ കലാപം രൂപപ്പെട്ടത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇസ്ലാമിക സംഘടനകൾ നടത്തിയ പ്രതിഷേധം പിന്നീട് കലാപ കലുഷിതമാവുകയായിരുന്നു. ഇതിൽ മുർഷിദാബാദിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, ഏതാണ്ട് 500ഓളം ഹിന്ദു കുടുംബങ്ങൾ അവിടെ നിന്ന് പലായനം ചെയ്തിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ മറ്റ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഹിന്ദുക്കൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ കലാപത്തിന് പിന്നിൽ SDPIക്ക് ബന്ധമുണ്ട് എന്നാണ് ബംഗാൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഈ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വരുന്ന ഘട്ടത്തിൽ, ഈ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ SDPI പോലുള്ള തീവ്ര മുസ്ലിം സംഘടനകൾ ഈ മുർഷിദാബാദിലും പരിസര പ്രദേശങ്ങളിലും വ്യാജ പ്രചരണം ആരംഭിച്ചിരുന്നു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. SDPI ഇവരുടെ പ്രചരണത്തിൽ പറഞ്ഞത് ഈ വഖഫ് ഭേദഗതി നിയമം എന്നത് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ സർക്കാരിനെ കണ്ടുകെട്ടാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ്, മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം എന്ന പ്രചരണമാണ് SDPI വ്യാപകമായി നടത്തിയത്. ആ പ്രചരണം ഉൾക്കൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർ പിന്നീട് ഈ ബില്ല് പാസ്സായതോടെ അതിനെതിരെ തെരുവിൽ പ്രതിഷേധിക്കുകയും മറ്റ് മതവിഭാഗങ്ങളെ ആക്രമിക്കുകയും ചെയ്തതാണ് ബംഗാളിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് പോലീസിൻ്റെ നിഗമനം. മുർഷിദാബാദ് വളരെ മുൻപ് തന്നെ ഈ മുസ്ലിം ഭീകരവാദ സംഘടനകൾക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സിമിക്ക് അവിടെ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് എന്ന ഈ സിമി നിരോധിത സംഘടനയായ സിമിക്ക് അവിടെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. സിമി നിരോധിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് പോപ്പുലർ ഫണ്ടായി അത് പരിണമിക്കുകയും പോപ്പുലർ ഫണ്ടിന് വലിയ സ്വാധീനമുള്ള സ്ഥലമായിരുന്നു. പോപ്പുലർ ഫണ്ട് അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ നിരോധിച്ചതോടെ SDPIയുടെ ലേബലിലാണ് ഇപ്പോൾ ഈ ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ഈ കലാപത്തിന് പിന്നിൽ SDPI ആണ് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ബംഗാളിലെ പോലീസ് എത്തിയിരിക്കുന്നത്. അനു. ശരി ഗൗതം.